ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്നൊരു പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേ ബട്ടൺ നമ്മൾ ഇവിടെ വെച്ച് അൺബോക്സ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെയും അൺബോക്സ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. എനിക്ക് ഈ ഒരു പ്ലേ ബട്ടൺ എനിക്ക് വേണ്ടി സ്വന്തമാക്കി തന്ന ഒരു സ്ഥലം, അതായത് എൻ്റെ അന്തോണിസ്പിറ്റലിൻ്റെ പള്ളി, കോട്ടയം നാഗമ്പടം പള്ളി. അപ്പോൾ ഞാൻ ആക്ച്വലി മെയ് 26-ാം തീയതിയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ശരിക്കും ഞാൻ അർഹതപ്പെട്ടതല്ല, എൻ്റെ വീഡിയോസ് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു പ്രയത്നം കൊണ്ടല്ല, എൻ്റെ പുണ്യാളൻ്റെ കളിയാണ്. അപ്പോൾ പുണ്യാളൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. അപ്പം ഈ ഒരു പ്ലേ ബട്ടൺ നമ്മൾ അന്തോണിസ്പിറ്റലിൻ്റെ അവിടുത്തെ നാഗമ്പടം പള്ളിയിൽ സെബാസ്റ്റ്യൻ അച്ഛൻ്റെ പ്രസൻസിൽ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെ നടക്കുമെന്ന്, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ദൈവം എന്നെ അവിടെ എത്തിക്കും. അപ്പം അവിടെ വെച്ച് നമ്മൾ ഈ ഒരു പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി ഞാൻ റിവീൽ ചെയ്യുവാണ്. അപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുവാണ്, നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ, ഇങ്ങനെ ടോയ്സും ഒക്കെ ആയിട്ട് കളിച്ച് നടക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ജോലിയില്ല, ജോബ്ലെസ് ആണോ എന്നൊക്കെ. അപ്പം ഞാൻ ആരാന്നും എൻ്റെ പ്രൊഫഷൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഈ ഒരു സ്കെയിൽ മോഡലിനോട് അഡിക്റ്റ് ആവാൻ കാരണമെന്നും ഞാൻ ഈ ഒരു ടൈമിൽ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും, കാരണം ഇതെൻ്റെ ജീവിതമാണ്, എൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. അപ്പം അതുപോലെ തന്നെ പ്ലേ ബട്ടനോടൊപ്പം ഞാൻ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. ഞാൻ എങ്ങനെയായി, എന്താണ് എൻ്റെ ലൈഫിൽ നടന്നത്, ആ കാര്യങ്ങളെല്ലാം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് അന്തോണിസ്പിറ്റലിൻ്റെ പള്ളിയിലോട്ട് പോയാലോ? അച്ഛാ, എൻ്റെ പേര് അർജുൻ തോമസ്. അമ്മഞ്ചേരി. അപ്പം ഞാനിപ്പം ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 14 വർഷമായി. അതായത് എൻ്റെ 21-ാമത്തെ വയസ്സിലാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ഇപ്പം എനിക്ക് 34 വയസ്സായി. അപ്പം ഈ 14 വർഷം എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ ഒരു 200 പേജിന്റെ പുസ്തകത്തിൽ എഴുതിയാലും തീരത്തില്ല. അത്രയധികം അത്ഭുതങ്ങൾ. അപ്പം ഞാൻ ഈ കാര്യം ഒരാളോട് പറയണമെങ്കിൽ എനിക്ക് അത്യാവശ്യം ഒരു ദിവസം എടുക്കും. അതുകൊണ്ട് ഞാൻ അതൊരു ബുക്കായിട്ട് മാറ്റി. അതായത് ഒരു പടങ്ങൾ വെച്ചിട്ടുള്ള ഒരു പുസ്തകം. അപ്പൊ ഇതിന്റെ അകത്തെല്ലാം കാർട്ടൂൺ പോലെയാണ് ഞാൻ വരച്ചേക്കുന്ന. ഇത് പുണ്യാളുടെ ഒരു പടം വരച്ചേക്കുന്ന ഉണ്ണീശ്വരൻ കൂടെ. ഉണ്ണീശ്വരൻ പുണ്യാളും കൂടിയാണ്. കാണാൻ കേട്ടോ, നല്ലൊരു പടമാണ്. വാങ്ങി ഊണ് കഴിച്ചുകൊണ്ടിരുന്നാൽ മതി, മുട്ടടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പുണ്യാളെ മുട്ടടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? തിരിച്ചെന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ. നോക്കിയേ, ഒന്നുമില്ലേ വന്നൊരു 1000 അലേവിയാക്കി വിളിച്ചിട്ട് പോകും. അതെ, എന്റെ ജീവിതത്തില് 2012 മുതൽ 17 വരെ നടന്ന കാര്യങ്ങൾ. അപ്പം 3 ഘട്ടങ്ങളായിട്ടാണ്. ഇത് ആദ്യത്തെ ഘട്ടത്തിലെ പുസ്തകം. ഇത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എന്നെ അറിയാവുന്നവരോ അല്ലെങ്കിൽ എന്റെ ബിസിനസ് അല്ല, ഇതെല്ലാം വരച്ചിട്ട് കമ്പ്യൂട്ടറിൽ വരച്ചിട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഘട്ടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പഠനം, എൻ്റെ ജോലി, എൻ്റെ വിവാഹം, അതുവരെയാണ് ഇപ്പൊ കർത്താവ് എത്തിച്ചേക്കുന്നത്. അതെ, ഇത് അജു വർഗീസ്. അപ്പം ഇതിന്റെ സ്റ്റോറി ലൈൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2011 ഞാൻ ഇവിടെ വരുന്ന ടൈമിൽ ഞാൻ സെന്റ് കിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചത്. അപ്പൊ സെന്റ് കിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പം പഠിക്കുന്ന ടൈമിൽ ഏകദേശം 45 സപ്ലി ഉണ്ടായിരുന്നു. അതെ, അപ്പം അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്റെ കോളേജിൽ നിന്ന് എന്റെ അമ്മേനെ വിളിച്ചിട്ട് ഡിസ്മിസ് ചെയ്യുന്നല്ല, ഇവൻ പഠിച്ചിട്ട് ഇനി കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ആ ടൈമിൽ ഇപ്പം നല്ലൊരു കോളേജാണ്, പക്ഷെ എന്റെ ഒരു സ്വഭാവം കൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ പഠിക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നപ്പം ഞാൻ ആദ്യമായിട്ട് കയറുമ്പോൾ എല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ അന്ന് അച്ഛൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന്
അതിനുശേഷം ഞാൻ ഓരോ തവണ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പം എന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ കുറെ അധികം പേപ്പേഴ്സ് ഉണ്ടായിട്ട് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ചോദിക്കും, കർത്താവേ എനിക്ക് ഇതെല്ലാം പഠിച്ച് ജയിക്കാൻ പറ്റത്തില്ല, പക്ഷെ പരീക്ഷയ്ക്ക് വരുന്ന ഏതാണോ അതെനിക്ക് നേരത്തെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. എന്നാ മലയാള ഭാഷ പോലെ അങ്ങനെ നമുക്ക് എനിക്ക് മനസ്സിലായി ചോദ്യം പേർക്കൊന്ന് ചോക്ലേറ്റ് തന്നാ ഞാൻ 45 അപ്പൊ അങ്ങനെ അതിനുശേഷം ഞാൻ പഠിച്ചു. അതിനുശേഷം പരീക്ഷ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് പരീക്ഷയാണ്. സാധാരണ എല്ലാവരും എഴുതുന്ന ഒരു ദിവസം ഒരു പരീക്ഷയാണെങ്കിൽ ഞാൻ സപ്ലി കിട്ടത്തില്ല, അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ പരീക്ഷിക്കാൻ മതി. ഇത് സപ്ലി 45 അവിടുത്തെ ഏറ്റവും വലിയ സപ്ലി കിട്ടിയ അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ആ പരീക്ഷ പേപ്പർ മൊത്തം എടുത്തു. അതെ, അപ്പൊ അത്രയും നാള് അല്ല, ഞാൻ പരീക്ഷ എഴുതുമ്പോഴും എനിക്ക് ഒരു പുസ്തകം വെച്ച് എഴുതുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈകിട്ട് 5 മണിക്ക് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് ഒരു 6 മണിക്ക് കിടന്നുറങ്ങും. രാത്രി 10 മണിക്ക് എണീറ്റിട്ട് വീണ്ടും പഠിക്കും രാവിലെ വരെ. അപ്പം രാത്രി 12-1 മണിയാകുമ്പോൾ വീണ്ടും ഉറക്കം വരും. അപ്പൊ എന്റെ അമ്മ അടുത്തിരുന്നിട്ട് അന്തോസ്നാല് നൊവേന ചെല്ലും. അപ്പം ഇല്ലില്ല, അമ്മ അപ്പൊ അമ്മ നൊവേന ചൊല്ലും. അങ്ങനെ അവസാനം പരീക്ഷ എല്ലാം ക്ലിയർ ആയി. അപ്പൊ അതിനുശേഷം അമ്മ എന്താ വേണ്ടതെന്ന് ചോദിച്ചു നിനക്ക് സമ്മാനമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ക്യാമറ മേടിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഈ പടത്തിലും കാണുന്ന ഒരു ക്യാമറയുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ക്യാമറ മേടിച്ചു. അതിനുശേഷം ഞാൻ അങ്ങനെ ക്യാമറ മേടിച്ചു ഫോട്ടോസ് ഇങ്ങനെ എടുക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ എടുത്തെടുത്ത് ഒരു ദിവസം പരീക്ഷ എന്റെ ബിടെക് പഠന ശേഷം ഒരു ദിവസം എനിക്ക് ഒരു വർഷത്തോളം ഇങ്ങനെ ഒരു അവസാനം എഴുതിയതിനു ശേഷം ഒരു പേപ്പർ എന്റെ പോയി. അപ്പം ഞാൻ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ട് അവസാനം എനിക്കൊരു പേപ്പർ പോയി. അപ്പം എന്റെ ഒരു വർഷമാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഈ പുണ്യാളുടെ ഫ്രണ്ടിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവെ പുണ്യാള നിനക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ കാണും, അതുകൊണ്ടായിരിക്കും എനിക്ക് പോയത്. ഞാൻ പഠിക്കാതെയായിരുന്നു ഇത്രയും നാൾ തോറ്റത്, പക്ഷെ ഇത്തവണ പഠിച്ചിട്ടാണ് ഞാൻ ഫെയിൽ ആയത്. അപ്പൊ അതിനുശേഷം അപ്പൊ അതിനുശേഷം ഞാൻ വീട്ടിലിരിക്കുന്ന ടൈം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ സമയം കളയത്തില്ല, ഈ ക്യാമറയായിട്ട് പോയി പല സ്ഥലങ്ങളിലും പോയിട്ട് ചുമ്മാ ഫോട്ടോസ് എടുക്കുക. ഇപ്പൊ കൊയ്ത്തുകാർ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, അങ്ങനെ പല ഫോട്ടോസ് എടുക്കുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ഒരു ദിവസം രാവിലെ ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ ഒരു അശരീരി കേൾക്കുവാണ്, ഇന്ന് ഒരു സെലിബ്രിറ്റി വെഡിങ് ഉണ്ട്, അവരുടെ കല്യാണത്തിന് പോകണം, നിന്റെ ജീവിതം വഴിമാറുമെന്ന്. അപ്പം ഞാൻ എന്നാ കല്യാണത്തിന് അതെ അപ്പൊ അങ്ങനെ ആ കല്യാണത്തിന് പോയി. അപ്പൊ അതിനുശേഷം അപ്പം എന്റെ കൂട്ടുകാരും വരത്തില്ല, വിളിക്കാത്ത കല്യാണത്തിന്. അപ്പൊ അതിനുശേഷം ഇങ്ങനെ അശരീരി കേട്ടോണ്ടിരിക്കും. അപ്പൊ എനിക്ക് എന്തായാലും ഞാൻ തീരുമാനിച്ചു കല്യാണത്തിന് പോയി. എന്നിട്ട് ആ കല്യാണത്തിന്റെ ഫോട്ടോസ് എടുത്തു. അപ്പൊ ഏകദേശം 100 ഫോട്ടോഗ്രാഫേഴ്സുകൾ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കല്യാണ ഫോട്ടോ എടുക്കുന്നത്. അപ്പം എനിക്ക് ഈ സെലിബ്രിറ്റീസിനെ ഇവരെ കാണാനുള്ള കൊതി കാരണമാണ് ശരിക്കും പോകുന്നത്. അത് അപ്പൊ അതിനുശേഷം ആ കല്യാണം പിറ്റേ ദിവസമായപ്പോ ആ ഫോട്ടോസ് ഞാൻ എടുത്തതെല്ലാം നല്ല രീതിയിൽ ഈ ഫേസ്ബുക്ക് ഇതെല്ലാം കൂടെ വൈറലായി. അപ്പൊ അതിനുശേഷം എനിക്ക് കുറെ അധികം എൻക്വയറീസ് വരാൻ തുടങ്ങി. അപ്പം ഓരോരുത്തരും വിളിക്കുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ട് പൈസ ആയിട്ട് തരുന്നു. അപ്പം അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഇങ്ങനെ പോക്കറ്റ് മണിയായി പൈസ കിട്ടാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷം എന്റെ പേപ്പർ റിസൾട്ട് ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പം വീട്ടുകാര് ഒരിക്കലും എന്റെ ആരും ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ടില്ല. അപ്പം എല്ലാവരും ഒരു പാഷനായിട്ട് കൺസിഡർ ചെയ്ത് അതിനുശേഷം ഞാൻ എംടെക് പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പം പക്ഷെ എന്റെ പേപ്പർ വരാത്തതുകൊണ്ട് അത് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു പുണ്യാള എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി UPS എന്ന് പറഞ്ഞ കോളേജ് എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോഴും എനിക്ക് എന്റെ ആഗ്രഹം എംടെക്കിനാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എംടെക് പഠിക്കുന്ന ടൈമിൽ ഞാൻ എന്റെ ക്യാമറ കയ്യിൽ വെച്ചായിരുന്നു. അപ്പം ഫ്രീ ആയിട്ടുള്ള ടൈമിൽ നന്നായി എപ്പോഴേലും എടുക്കാൻ വേണ്ടി. പക്ഷെ അന്ന് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള സംഭവം പുണ്യാളിന് വേണ്ടി മാറ്റി വെക്കുന്നു. ഞാൻ ഇനി പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫസ്റ്റ് ഇയർ എനിക്ക് 88% മാർക്ക് എംടെക്കിന് കിട്ടി.
അങ്ങനെ 88% മാർക്ക് കിട്ടി. അപ്പൊ എന്റെ കോളേജിൽ എല്ലാവർക്കും ഹാപ്പി ആയി. അപ്പൊ ആ ടൈമിൽ ഞാൻ ഈ ചെന്ന ടൈമിൽ എനിക്ക് ഈ കുഞ്ഞു മിനിയേച്ചർ ഈ കാറുകൾ കളിപ്പാട്ടം ഈ കുഞ്ഞു വണ്ടികളുണ്ട്, ഒറിജിനൽ വണ്ടി പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള വണ്ടികൾ വെച്ച് അതായത് കാണാൻ അല്ല എനിക്കിപ്പോഴും ആ ഒരു അപ്പം അതെന്ന് പറഞ്ഞാൽ സ്കെയിൽ മോഡൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ് ശരിക്കും നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. അപ്പം ചെറിയ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ വണ്ടിയാണെന്ന് തോന്നിക്കും, പക്ഷെ ഒരു ചെറിയ വണ്ടി. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ കോളേജിൽ വെച്ചിട്ട് അങ്ങനെ കുറെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അപ്പൊ അത് ഭയങ്കര രീതിയിൽ റീച്ചായി. അപ്പൊ അതിനുശേഷം ഞാൻ എന്റെ എംടെക് കഴിയാറായി. അപ്പം അന്നത്തെ ദിവസം എന്റെ കോളേജിലുള്ള എല്ലാവർക്കും ഏകദേശം ഒരു 10-60,000 രൂപയുടെ സാലറി ഉള്ള ഒരു ജോലി കിട്ടി. അപ്പം എനിക്ക് കിട്ടിയത് 15,000 രൂപയുടെ ഒരു സാലറി ഉള്ള ജോലിയെ കിട്ടി. അപ്പം ഞാൻ ഭയങ്കര എന്റെ കൂട്ടുകാർ പറഞ്ഞു നിന്റെ ഉയർത്തപ്പെടാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും താഴെപ്പെട്ടു എന്ന ആദ്യത്തിൽ ചിന്തയുണ്ടല്ലോ. അപ്പൊ മക്കളെ നിങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള അപ്പം ഞാനിപ്പം എന്റെ കൂട്ടുകാർ പറഞ്ഞു നിന്റെ കഴിവനുസരിച്ചുള്ള ജോലിയല്ല നിനക്ക് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ നിനക്ക് വല്ല ഫോട്ടോഗ്രാഫി ആയിട്ട് ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ അമേരിക്കയിലുള്ള ഒരു കമ്പനിക്ക് മെയിൽ അയച്ചിട്ട് എനിക്കൊരു ജോലി, എന്റെ കോളേജ് ഏപ്രിൽ 22, 2022 ആ കാലഘട്ടത്തിലാണ് 2016 കോളേജ് അടയ്ക്കുന്നത്. അപ്പൊ അന്ന് രാത്രിയിൽ എനിക്ക് അമേരിക്കയിൽ ഒരു കമ്പനിയായിട്ട് ഇന്റർവ്യൂ ചെയ്ത് എനിക്ക് അന്ന് രാത്രി ജോലി കിട്ടുക. അതെ, അപ്പം അത് സ്വപ്നമാണ്, സത്യമാണ്. ഈ അമ്മയുടെ അമ്മയുടെ സത്യം അതിനുശേഷം അത് 1,50,000 രൂപയുടെ സാലറി ഉള്ള ജോലിയാണ്. അപ്പം അതിനുശേഷം ഇപ്പൊ ഞാൻ എന്റെ കോളേജിൽ ഏറ്റവും കുറഞ്ഞ സാലറിയിൽ നിന്ന് ഏറ്റവും പൊക്കത്തിലുള്ള സാലറിയിലോട്ട് ഏറ്റവും വലിയ സാലറിയിൽ അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കര പ്രിപ്പയർ ആയി. അപ്പം എന്റെ കാർമൽ ക്രൂസ് ലൈൻ ഒരു ഷിപ്പാണ്, മെക്സിക്കോ ടു മയാമി അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു ഷിപ്പാണ്. അപ്പൊ അതിൽ ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തൊരു ജോബാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച ഒരു ഫീൽഡിലോട്ട് എന്നെ മൂവ് ചെയ്യാൻ തോന്നി, സേഫ്റ്റി. ഞാൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തത് എംടെക്. അപ്പം അതിനുശേഷം ഞാൻ ഇങ്ങനെ വിസ ഇന്റർവ്യൂവിന് വേണ്ടി 3 മാസം കാത്തിരിക്കുന്നു. അതിനുശേഷം വിസ അതെ, അപ്പം വിസ ഇന്റർവ്യൂ ആണല്ലോ. അപ്പൊ അങ്ങനെ ചെന്നൈയിൽ വിസ ഇന്റർവ്യൂവിന് പോകുന്നു. ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ എംടെക്കും, പക്ഷെ ജോലി ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫി ചെയ്തു. അപ്പം അവരെന്റെ വിസ റിജക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ 3 തവണ അതെ. അപ്പൊ അത് കഴിഞ്ഞ് 2ാമത്തെ തവണ റിജക്ട് ആയി. 3ാമത്തെ തവണ ഞാൻ ഒരാഴ്ച മുമ്പ് ചെന്നൈയിൽ റൂം എടുക്കുന്നു. എന്നിട്ട് അവിടെ രാത്രി 3 മണിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് അപ്പം അന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ റൂം കിട്ടിയ നമ്പർ 13. അപ്പം എല്ലാവരും ഓർക്കുന്ന 13 പറഞ്ഞ ചീത്ത നമ്പറാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ പോകുന്നു, വിസ ഇന്റർവ്യൂവിന് വീണ്ടും എത്തുന്നു. അപ്പൊ എന്നെ ആദ്യം ഇന്റർവ്യൂ ചെയ്ത ആള് തന്നെയാണ് വീണ്ടും ഇന്റർവ്യൂ ചെയ്യുന്നത്. വീണ്ടും എന്റെ വിസ റിജക്ട് ആവുന്നു. അപ്പം ജേക്കബിന്റെ സ്വർഗ്ഗരാജ്യം എന്ന സിനിമയ്ക്കകത്ത് നിവിൻ പോളി വെളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ വിളിക്കും, മോനെ എല്ലാം ശരിയായില്ലേ എന്ന രീതിയിൽ. അപ്പം അതേ സമയത്ത് എന്റെ അമ്മയെ വിളിക്കുന്നുണ്ട്. അപ്പം വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ജോലി കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെന്നൈയിലെ എംബസിയിലെ സ്ട്രീറ്റിന്റെ പുറത്ത് ഇരിക്കുക. അപ്പം എനിക്ക് ഡിപ്രഷന് ഭയങ്കരമായിട്ടായി. അപ്പം ജോലി പോയി അവസാനമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ സാലറി കൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥ. അപ്പൊ അന്ന് ആ ടൈമിൽ ഇതില് കുറച്ചെടുത്ത ഫോട്ടോസ് ഉണ്ട് വിനീത് ശ്രീനിവാസന്റെ. അപ്പൊ വിനീത് ശ്രീനിവാസനായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അപ്പൊ പുള്ളിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ ഡയലോഗ് ദൈവത്തിന്റെ, അപ്പൊ ഞാൻ എന്തെങ്കിലും എനിക്ക് ജോലി വിനീതേട്ടനായിട്ട് കിട്ടുമെന്ന് ഓർത്തിട്ടാണ് വിളിച്ചത്. ദൈവത്തിന്റെ ഷോ കേസിൽ നിനക്ക് ഒരു സംഭവം ഉണ്ട്, അത് സമയമാകുമ്പോൾ നിന്നെ തേടി വരുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഞാൻ ഒരു 3 മാസത്തോളം ഭയങ്കര ഡിപ്രഷൻ. അപ്പം രാവിലെ എണീക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ അമ്മ വിളിക്കുന്നു. അപ്പൊ അപ്പോഴും ഞാൻ ഇത്രയധികം, എനിക്ക് 26 വയസ്സാണ്. അപ്പം ഇത്രയധികം പഠിച്ചിട്ട് ജോലിയില്ല, ഉള്ള ജോലി പോവുകയും ചെയ്ത് കൂട്ടുകാരൊക്കെ ജോലിക്ക് കയറാൻ തുടങ്ങി. അപ്പൊ ഞാൻ പക്ഷേ രാവിലെ വീട്ടിൽ ഇരിക്കത്തില്ല, ഞാൻ ഏതെങ്കിലും പള്ളിയിലോട്ട് നടക്കാൻ തുടങ്ങി. അപ്പം ഒന്നെങ്കിൽ മണർകാട് പള്ളിയിലോട്ട് അല്ലെങ്കിൽ കോട്ടയം പള്ളിയിലോട്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഞാൻ നടന്നുപോയി. അപ്പം എൻ്റെ അളിയൻ പറഞ്ഞു, എടാ നിനക്ക് ഇഷ്ടമുള്ള എന്താണോ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ ഫോട്ടോഗ്രാഫി ഈ 1 മാസത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ട്യൂസ്ഡേ ലൈറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ചൊവ്വാഴ്ചയാണ് എൻ്റെ ഏറ്റവും ലക്കി ഇത്. അപ്പൊ അങ്ങനെ ചൊവ്വാഴ്ച അന്തോൺസ്മാന്റെ പേര് വെച്ചിട്ട് ട്യൂസ്ഡേ ലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. അപ്പം അന്ന് ബൊമ്മച്ചൻചാരനൊക്കെ എനിക്ക് വേണ്ടി ബൊമ്മച്ചൻചാരനൊക്കെ എനിക്ക് വേണ്ടി വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്നെ ആദ്യം പേർക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ എന്ന് ചൊവ്വാഴ്ച ഈ പള്ളിയിലോട്ട് കാല് കുത്തുന്നു, അന്ന് മൊത്തം എന്റെ ഫോൺ ബെല്ലടിക്കും. എനിക്ക് വർക്ക് വന്നോണ്ടേ ഇരിക്കുക.
അപ്പൊ അങ്ങനെ ഏകദേശം 2 വർഷം 3 വർഷമായി ഞാൻ തന്നെയാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നതെല്ലാം. അത് കഴിഞ്ഞ ശേഷം പുണ്യാളൻ അനുഗ്രഹത്തിൽ വർക്ക് ഇങ്ങനെ അത്യാവശ്യം കൂടിക്കൊണ്ടിരുന്നു. അപ്പം അന്ന് 2019 കൊറോണ വന്ന ടൈമിൽ ഞാൻ അമേരിക്കയ്ക്ക് പോയ കമ്പനി അടച്ചു. അപ്പൊ അടച്ചു അങ്ങനെ അതിനുശേഷം ഞാനിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് എൻ്റെ രണ്ടാമത്തെ കാലഘട്ടം നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണാലോചന എനിക്ക് അല്ല, എൻ്റെ നാട്ടുകാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു ഇത്രയും പഠിച്ച ഒരാൾ എന്തിനാ ഈ പ്രൊഫഷൻ അപ്പം ചെയ്യുന്നത്. അപ്പം അന്ന് ഞാൻ വിചാരിച്ച ഒരു സംഭവം വെച്ചാൽ നമ്മൾ ഏതൊരു ചെറിയ ജോലി ചെയ്യുന്നവനും മനസ്സറിഞ്ഞ് അധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ രാജാവാകാൻ പറ്റും. മനസ്സറിഞ്ഞ് ഏതൊരു ചെറിയ ജോലി ചെയ്യുന്നവനും മനസ്സറിഞ്ഞ് അധ്വാനിക്കുകയെങ്കിൽ അതി രാജാവാകാൻ പറ്റും. അങ്ങനെ ഞാൻ ഏകദേശം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 18 മണിക്കൂർ ഇതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തു. അച്ഛന്മാരിൽ 18 മണിക്കൂർ കഷ്ടപ്പെട്ട, കന്യാസികളിൽ 18 മണിക്കൂർ കഷ്ടപ്പെട്ട, ഒരു യുവാവ് വിദ്യാർത്ഥി 18 മണിക്കൂർ കഷ്ടപ്പെട്ട അപ്പൊ ഇത്രയധികം ഞാൻ ദൈവം എനിക്ക് തന്നപ്പോ അപ്പം എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് എന്റേതല്ല, ഇത് എനിക്ക് കർത്താവ് തന്ന സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് വിജയ് എന്ന് പറഞ്ഞ്, ഞങ്ങൾ രാവിലെ 6 മണിക്ക് ഈ അന്തോഷ്ണലിന്റെ പള്ളിയിൽ നിന്ന് കല്ലൂർ അന്തോഷ്ണലിന്റെ പള്ളി വരെ നടക്കാൻ തീരുമാനിച്ചു. അതെ. അപ്പൊ അങ്ങനെ ഏകദേശം രാത്രി 1 മണിയായപ്പം ഞങ്ങൾ അവിടെ എത്തി. അപ്പൊ അന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്ത വിജയ് എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചത്. അവൻ 5 വർഷമായിട്ട് ജോലിയില്ലായിരുന്നു. പക്ഷെ അവൻ ഒറ്റ വിശ്വാസമുണ്ട്, പുണ്യാളൻ അനുഗ്രഹിക്കുന്ന. ഇന്ന് അവൻ ലോകത്ത് സഞ്ചരിക്കാത്ത കൺട്രികളില്ല. അവൻ അത്യാവശ്യം അതെ മണർകാടുകാരൻ. അപ്പൊ അന്ന് 5 വർഷമായിട്ട് അവന് ജോലി ഇല്ലായിരുന്നു. വീട്ടുകാരുടെ ചെലവിലാണ് അവൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് 5 വർഷത്തോളം. അതിനുശേഷം ഇത് കഴിഞ്ഞ ശേഷം അവന് 1 വർഷത്തിനുള്ളിൽ ജോലി കിട്ടി. അവൻ പല കൺട്രീസിലും ട്രാവൽ ചെയ്തു. ഇപ്പൊ UK ഏകദേശം ഒരു 3 കോടി രൂപയുടെ ഒരു വീട് വെച്ചു. നല്ലൊരു കല്യാണം നടത്തി. അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞാൽ അവന് 5000 രൂപ പോലും എടുക്കാൻ ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പം ദൈവം അവനെ മാറ്റി. അപ്പം പലരും ഈ നടക്കുന്ന ടൈമിൽ ഞങ്ങളോട് ചോദിക്കാറുണ്ട് എന്തിനാണ് വട്ടാണോ ഇവിടെ നിന്ന് അവിടം വരെ നടക്കുന്നതെന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നേർച്ചയോ അങ്ങനെയൊന്നും അല്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാള് ലോകത്തിന്റെ എത്ര ദൂരം ഉണ്ടെങ്കിലും നമ്മൾ അവരെ കാണാൻ വേണ്ടി നടക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു ഇഷ്ടമായിരിക്കും. രണ്ടാഴ്ച നടന്നിട്ടാണ് മാമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ദൈവം walking for 2 weeks കഴിഞ്ഞോണ്ട് പോയില്ലായിരുന്നു. നമ്മുടെ സ്ഥലത്തിന്റെ പേര് ആഫ്രിക്കൻ കൺട്രിയാണ്. ആഫ്രിക്കനല്ല, അപ്പൊ അങ്ങനെ ഇതിന്റെ അകത്ത് എന്റെ 1ാം ഘട്ടം അവിടെ തീരുക. ഇനി അടുത്ത 2ാം ഘട്ടം അടുത്ത 2ാം ഘട്ടം എന്റെ വിവാഹമാണ്. അപ്പൊ വിവാഹം ആലോചിക്കുന്ന ടൈമില് കല്യാണം ഒന്നും നടക്കുന്നില്ല. അതായത് അപ്പൊ ആൾക്കാർക്ക് പ്രശ്നം എന്താ, അപ്പം പക്ഷെ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊഫഷനാണ്. അപ്പം ആൾക്കാര് ചില കല്യാണാലോചന ചോദിക്കുമ്പോൾ പെണ്ണിന് ഇഷ്ടപ്പെട്ടാലും പെണ്ണിന്റെ അപ്പം വിളിച്ചിട്ട് പറയും നീ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട ജോലിക്ക് വാങ്ങി ഞാൻ കെട്ടിച്ചു തരാം. അപ്പൊ ഞാൻ അവസാനം ഒന്നും നടക്കാത്ത രീതിയിൽ ഞാൻ പുണ്യാളനോട് പറഞ്ഞു, പുണ്യാള ഞാൻ ഇനി ഇതിന്റെ പുറകെ നടക്കുന്നില്ല, എന്റെ വീടിന്റെ മുറ്റത്ത്. അപ്പൊ ഞാൻ ഇപ്പോഴും ഇതിനകത്ത് കാണുന്ന ഇപ്പൊ സിനിമാക്കാരാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഞാൻ ഒരിക്കലും അവരെ തേടി പോയിട്ടില്ല. കർത്താവ് ഓരോ കുർബാനയും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ ഇവരെല്ലാം എന്നെ വിളിക്കുക, അവരുടെ വർക്ക് എടുക്കാമെന്ന് ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു പുണ്യാള എന്റെ പെണ്ണിന് എനിക്ക് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ മുറ്റത്ത് എത്തിക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ എനിക്ക് കല്യാണം കഴിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം എന്റെ വിവാഹം നടന്നു വെച്ചാൽ എന്റെ വീട്ടിൽ നിന്ന് 4 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, 4 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അവളുടെ വീട്ടിലെത്തും. ഇല്ല. അപ്പം അപ്പൊ അങ്ങനെ റിഞ്ചു എന്ന പേര്. അപ്പം അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു. കൊറോണയ്ക്ക് ജസ്റ്റ് ഇല്ല ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് പാർട്ട്. ഒരു സിനിമ പോലെയാണ് ജീവിതം. അപ്പൊ അത് കഴിഞ്ഞ ശേഷം കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുന്ന ടൈം എനിക്ക് മാലാഹന്മാരെ വിശ്വാസമുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം
ഈ കുട്ടിക്കാലത്ത് ഈ കുഞ്ഞുമാലാഹന്മാരുണ്ടെന്ന് പറയാറുണ്ട്, നമുക്ക് ചുറ്റും 2 കുഞ്ഞുമാലാഹന്മാർ. അപ്പൊ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഗാർഡിയൻ ഏഞ്ചൽസ്. അപ്പൊ എനിക്ക് ഈ അശരീരിയായിട്ട് ഈ ചിലപ്പോൾ ചില കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ പറയും നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ നിൽക്കുന്ന ടൈമിൽ ഞാൻ നിക്കോൺ ഇന്ത്യ അത് വളരെ ജീനിയസ് ആയിട്ടുള്ള മനുഷ്യർക്ക് അങ്ങനെ കിട്ടുന്നു എന്നാണ് പറയുന്നത്. ജീനിയസ് ആയിട്ടുള്ള മനുഷ്യർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് മാലാഖമാരെ ഇന്ന് രാവിലത്തെ വിഷയങ്ങൾ അതൊക്കെയായിരുന്നു. ദൈവത്തെ കാണുക രാവിലത്തെ വിഷയമായിരുന്നു. രണ്ടാമത്തെ വിഷയം ദൈവത്തെ കൊച്ചിക്ക് പറഞ്ഞൊരു വിഷയമായിരുന്നു. അങ്ങനെ ഞാൻ രാത്രി ഒരു 10 മണിക്ക് ഇങ്ങനെ കിടക്കുക. അപ്പൊ കിടക്കുന്ന ടൈം, അപ്പം അന്ന് ആ ടൈമിൽ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ കിടക്കുന്ന ടൈമിൽ എൻ്റെ ഇവിടെ നിന്ന് ഒരു അശരീരി കേൾക്കുക, അത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു അത്ഭുതം സംഭവിക്കാൻ പോവാണ്. അപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അന്ന് രാവിലെ ലോകത്തിലെ തന്നെ നൈക്കോൺ എന്ന് പറഞ്ഞ ക്യാമറയുണ്ട്, നിക്കോൺ. അപ്പൊ അവരുടെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയാണ് പുതിയതായിട്ട് ഒരു ക്യാമറ ലോകത്തിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്, C9 എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ക്യാമറ ഞാൻ ലോകത്തിൽ ഇന്ത്യയിൽ എനിക്ക് മാത്രമായിട്ട് ഞാൻ അയച്ചു തരും. അപ്പൊ അവരുടെ അംബാസിഡർ ആയിട്ട് അത് ടെസ്റ്റ് ചെയ്യണം, ബാക്കി കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ക്യാമറ ലോഞ്ച് ചെയ്തപ്പോൾ ലോകത്തിലെ 7 പേരിൽ ഒരാൾ എനിക്ക് ആ ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയത്. അപ്പൊ അങ്ങനെ ആ ഒരു ഭയങ്കര ഒരു വലിയ അത്ഭുതം നടന്നു. പിന്നെ അവരുടെ അഡ്വർടൈസ്മെന്റിൽ ഞാൻ അഭിനയിച്ചു. അപ്പം അതെല്ലാം ഇന്ത്യ മൊത്തം ആ ഒരു വീഡിയോ പ്ലേ ചെയ്തു. അപ്പൊ അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോയി. ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി 3 വർഷത്തിന് ശേഷം. 1 വർഷത്തിന് ശേഷം അവൾക്കിപ്പോൾ 3 വയസ്സാണ്. അപ്പം പിന്നീട് ലൈഫിൽ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഈ ഇങ്ങനെ ഫോട്ടോഗ്രാഫി, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിലെ കളിപ്പാട്ടങ്ങൾ വെച്ച് ഉള്ള ഫോട്ടോഗ്രാഫിയിലൂടെ ഞാൻ എത്തിയത്. അപ്പം ഞാൻ എപ്പോഴും ഈ പുണ്യാളിന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് കാണാറുണ്ട്. അപ്പം ഞാൻ നോക്കുന്നത് വെച്ചാൽ നമ്മുടെ പുണ്യാളിന്റെ ചാനൽ എങ്ങനെയെങ്കിലും റീച്ച് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും അറ്റത്ത് നിന്നിട്ടായിരിക്കും ഹല്ലേലൂയ പറയാറ് എല്ലാ ദിവസവും. അപ്പൊ എനിക്ക് പള്ളിയിൽ ആൾക്കാർ പറയുമ്പോൾ എനിക്ക് സങ്കടമാണ്. കാരണം ഇവിടെ ഏറ്റവും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടൊന്നുമല്ല. ഇന്നലെ രാത്രി ഞാൻ ആരാധന പള്ളിയിൽ ഇറങ്ങി വരുമ്പോൾ ആദ്യം വിട്ടുകൊണ്ടിരിക്കുക. ഈ പള്ളിയിൽ ആള് പറഞ്ഞാൽ എനിക്ക് സങ്കടം. അല്ല ഞാൻ പ്രാർത്ഥിക്കും. അല്ല ഞാൻ പറയും കർത്താവെ ഞാൻ ആൾക്കാരെ ഇവിടെ എത്തിക്കണം. അപ്പം ഞാനിപ്പോ ഈ കൂടാരം നിങ്ങളുടെ സംഘത്തിൽ എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളുമായിട്ട് അടുക്കാൻ വേണ്ടിയാണ് നമ്മളെ അത് ഒരുക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സുഖമാണെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കത്തില്ല, അല്ലെങ്കിൽ ദൈവത്തെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പൊ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ കൂടുതൽ ദൈവത്തെ അടുത്ത് തുടങ്ങി. അപ്പം അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ എപ്പോഴും വ്യൂവേഴ്സ് നോക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ കൂടണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഞാൻ എന്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ജസ്റ്റ് കഴിഞ്ഞ മെയ് 26-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത്, അല്ല ഈ വർഷം 24 മെയ് ഈ വർഷം. അപ്പൊ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ആദ്യത്തെ ദിവസം വീഡിയോ ഇട്ടു. അപ്പൊ അത്യാവശ്യം പേജ് ചാനൽ റീച്ച് ആവാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 3 മാസം കൊണ്ട് 1 ലക്ഷത്തിന് മുമ്പത്തെ ആൾക്കാർ അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ നമ്മുടെ ചാനൽ റീച്ച് ആവണം, കൂടണം എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇങ്ങനെ വീഡിയോ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് എന്റെ ഗുണമൊന്നുമല്ല, ഇത് പുണ്യാളനായിട്ട് ഇവിടെ ഈ ഫ്ലൈറ്റ് പറത്തുന്നത് ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക്, ഇത് ലാൻഡ് ചെയ്യുന്നത് ദൈവം നിശ്ചയിക്കുന്നുണ്ട്. ദൈവം വിട്ടുകൊടുത്തിട്ടുണ്ട് കളി കേട്ടോ. അപ്പൊ അങ്ങനെ 1 മാസത്തിനുള്ളിൽ എനിക്ക് എന്റെ പ്ലേ ബട്ടൺ കിട്ടി. പക്ഷെ ഞാൻ ഈ സാധനം പൊട്ടിച്ച് എന്റെ റൂമിൽ തൂക്കിയില്ല. കാരണം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പ്ലേ ബട്ടൺ ഇവിടെ നിന്ന് അൺബോക്സ് ചെയ്യണം. അതുപോലെ തന്നെ എന്റെ മനസ്സുകൊണ്ട് ഈ ഒരു ആൾക്കാരെ ഞാൻ ഒരുങ്ങിയാൽ മാത്രമേ എനിക്കത് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ആൾക്കാരെ ഞാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയാൽ മാത്രമേ എനിക്ക് ഒരു പ്ലേ ബട്ടൺ തുറക്കാൻ പറ്റത്തുള്ളൂ. പ്ലേ ബട്ടൺ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ കിട്ടുന്ന ഇതാ. അപ്പൊ അങ്ങനെ ഇവിടം കൊണ്ടാണ് എന്റെ കഥ നിൽക്കുന്നത്. ഈ ബാക്കി ഒരു വലിയ സാക്ഷ്യം അടുത്ത ഏപ്രിൽ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനുവേണ്ടി ഒരുങ്ങുക. നീ ആഗ്രഹിച്ചതിന്റെ 1000 മടങ്ങ് അഭിഷേകവും 1000 മടങ്ങ് അനുഗ്രഹവും ലഭിക്കട്ടെ. ദൈവശക്തി നിറയട്ടെ. നിന്റെ അഭിമാനവും നിന്റെ പ്രയത്നവും നിന്റെ
അനേകം ഈ സമയത്തിൽ പുത്രൻ നമുക്ക് മനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിറയട്ടെ. നീ ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതുപോലെ തന്നെ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് അൽത്താരിൽ നിൽക്കുമ്പോഴത്തേക്ക് ധൈര്യമില്ല. അപ്പം കർത്താവ് പറഞ്ഞു 2 മാലാഖമാരെ തരും, അതുപോലെ തന്നെ ഇവിടെ എല്ലാം സെയിംസ് എനിക്ക് വേണ്ടി പ്രസൻസ് കിട്ടുമെന്ന് എനിക്ക് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കോൺഫിഡൻസ് നല്ല ധൈര്യത്തോടു കൂടി ഈ സിനിമാ സംവിധായകൻ വർത്താനം പറയുന്ന പോലെ നീ പറഞ്ഞത് ഒരു സിനിമ പോലെയാണ്. പലർക്കും ഇതൊരു സിനിമാ കഥ പോലെ തോന്നിയേക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പുണ്യാളം തന്ന ഒരു ജീവിതമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോപ്പും ഇല്ലാതെ നടന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എന്ന് ഈ പുണ്യാളുടെ പള്ളിയിലെത്തിയോ അന്ന് എൻ്റെ ജീവിതം വഴിമാറി. പലരാലും ഉപേക്ഷിക്കപ്പെട്ട ഈ ഒരു ജീവിതം ഇത്ര അധികം വഴിമാറ്റി തന്ന എൻ്റെ പുണ്യാളിന് വേണ്ടി ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു.